പണ്ടൊരിക്കൽ വേട്ടുവലം എന്ന ഗ്രാമത്തിൽ സൂര്യ എന്ന യുവാവുണ്ടായിരുന്നു. അവന് മാതാപിതാക്കൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. സൂര്യ വളർന്ന് ഒരു യുവാവായപ്പോൾ ആരും ഇല്ലാതിരുന്നതിനാൽ അവന്റെ കല്യാണവും നടന്നില്ല. സൂര്യ ആ ഗ്രാമത്തിലുള്ളവർക്കെല്ലാം സഹായം ചെയ്താലും അവന് സഹായത്തിന് ആരും തന്നെ ഉണ്ടായില്ല. ആ ഗ്രാമത്തിലുള്ളവരെല്ലാവരും അവനെ ഉപയോഗപ്പെടുത്തിയതല്ലാതെ സൂര്യയ്ക്ക് ആരും തന്നെ ഒരു ഉപകാരവും ചെയ്തില്ല. ഒരു ദിവസം സൂര്യ തന്റെ പെണ്ണിനെ താൻ തന്നെ കണ്ടുപിടിച്ച് വിവാഹം നടത്താനായി തീരുമാനിച്ചു. അങ്ങനെ ഒരു കാട്ടിലൂടെ തനിക്കുള്ള പെണ്ണും അന്വേഷിച്ച് അവൻ പോവുകയായിരുന്നു. അവൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉച്ചയായതിനാൽ ഒരു മരത്തിന്റെ താഴെ വിശ്രമിക്കാമെന്ന് അവൻ തീരുമാനിച്ചു. ആ നേരത്ത് ആ വഴിയിലൂടെ ശേഷയ്യ കാന്തമ്മ എന്ന ദമ്പതിമാർ എത്തിച്ചേർന്നു. ശേഷയ്യ സൂര്യയെ കണ്ടപ്പോൾ, മോനെ, നീ ഏത് ഗ്രാമത്തിൽ നിന്നാ? എന്ത് ജോലിക്കാ ഇവിടേക്ക് എത്തിച്ചേർന്നത്? അമ്മാവ, ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നതാ. എനിക്ക് ഉറ്റവർ ആരും തന്നെയില്ല. പെൺകുട്ടിയെ അന്വേഷിച്ച് എവിടേക്ക് എത്തിയത്. എന്താ മോനെ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിനക്ക് തുണയായി ഞാനുണ്ട്. ഞാൻ നിന്റെ വിവാഹം നടത്താം. അങ്ങനെ പറഞ്ഞു ശേഷയെയും കാന്തമ്മയും. അവർ പറയുന്നത് കേട്ടപ്പോൾ സൂര്യയ്ക്ക് വളരെയധികം സന്തോഷമായി. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ശേഷയെ സൂര്യയോട്, കുറച്ച് വെള്ളം കൊണ്ടുതരാമോ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ദൂരേക്ക് മാറ്റി. അതിനുശേഷം ശേഷയ, നമ്മൾ നമ്മളുടെ മകന്റെ വിവാഹകാര്യത്തിനല്ലേ പോകുന്നത്? നമ്മളുടെ മകനെ കണ്ടാൽ ഒരു പെണ്ണിന് ഇഷ്ടപ്പെടില്ല. അതിനാൽ സൂര്യയെ നമ്മളുടെ മകനായി കാണിച്ച് വിവാഹം ഉറപ്പിച്ചു വരാം. അതിന് മറുപടിയായി കാന്തമ്മ, നിങ്ങൾക്കെന്താ ബുദ്ധിയില്ലാതെ പോയോ? നമ്മുടെ മകന്റെ വിവാഹകാര്യത്തിന് വന്നിട്ട് മറ്റൊരുത്തന്റെ വിവാഹത്തെക്കുറിച്ച് പറയുന്നു എന്നവൾ ദേഷ്യത്തോടെ പറഞ്ഞു. എടി മരമണ്ടി, നമ്മൾ വിവാഹകാര്യം പറയാൻ പോകുന്നത് സൂര്യയ്ക്ക് വേണ്ടി, എന്നാൽ വിവാഹം നടത്താൻ പോകുന്നത് നമ്മളുടെ മകന്റെയും എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ചിരിക്കാൻ തുടങ്ങി. ഇവർ തമ്മിൽ സംസാരിക്കുന്നത് അവിടെ അടുത്ത് ഒരു പാറയിൽ അടച്ചു വച്ചിരുന്ന ഒരു പിശാച് കേട്ടു. ഇത്തരം ക്രൂരമായ ചിന്തകളുള്ള ഈ ദമ്പതികളിൽ നിന്ന് പാവം സൂര്യയെ രക്ഷിക്കണമെന്നും അവന്റെ വിവാഹം നടത്തണമെന്നും ആ പിശാച് തീരുമാനിച്ചു. എന്നാൽ താനിപ്പോൾ അടഞ്ഞിരിക്കുകയാണല്ലോ, എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത്? കുറച്ചു കഴിഞ്ഞപ്പോൾ സൂര്യ വെള്ളവുമായി ശേഷയ്യയുടെ അടുത്തേക്കെത്തി. നമ്മൾക്കിപ്പോൾ പോകാം എന്ന് കേട്ടപ്പോൾ പാറയിൽ അടഞ്ഞിരുന്ന പിശാച്, രക്ഷിക്കണേ, രക്ഷിക്കണേ എന്ന് അലറി വിളിച്ചു. ആരാണിങ്ങനെ അലറി വിളിക്കുന്നതെന്ന് സൂര്യ ചുറ്റുപാടിലും നോക്കി. മോനെ, നമ്മൾ എന്തിനാ ഇതൊക്കെ ആലോചിക്കുന്നത്? ഇത്തരം സ്ഥലങ്ങളിൽ പിശാചുക്കൾ നമ്മളെ ഭയപ്പെടുത്തുന്നതിനു വേണ്ടി ഇങ്ങനെയൊക്കെ ഒച്ചവെക്കും. വാ, നമുക്ക് പോകാം എന്നയാൾ പറഞ്ഞു. എന്നാൽ നിങ്ങൾ പോയിക്കോളൂ. രക്ഷിക്കണേന്നുള്ള ശബ്ദം കേട്ട് എനിക്കിവിടെ നിന്ന് വരാൻ കഴിയില്ല. നിങ്ങൾ പറയുന്നത് പോലെ ഒരു പിശാചാണ് രക്ഷിക്കണേന്ന് അലറി വിളിച്ചതെങ്കിൽ അതിനും ഉപകാരം ചെയ്യണം. നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ. നിനക്ക് ആരുമില്ലല്ലോ നിനക്ക് ഉപകാരം ചെയ്യാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഇനി നിന്റെ വഴി നിനക്ക്. ഞങ്ങളുടെ കൂടെ വന്നാൽ വിവാഹം കഴിച്ച് ഒരു കുടുംബമുണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്നും പോയി. അപ്പോൾ സൂര്യ ആ പാറയ്ക്കുള്ളിൽ നിന്നാണ് ശബ്ദം വരുന്നതെന്ന് ആലോചിച്ച് തന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ആ പാറയെ മാറ്റാൻ ശ്രമിച്ചു. അപ്പോൾ ആ പാറയുടെ ഉള്ളിൽ നിന്നും ഒരു പിശാച് പുറത്തേക്ക് വന്നു. ഒരു ചീത്തയാൾ എന്നെക്കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യിച്ച് ഒരു മോതിരം ഇതിന്റെ ഉള്ളിലിട്ട് അത് എടുത്തിട്ട് വരാൻ പറഞ്ഞ് എന്നെ അകത്തേക്ക് അയച്ചു. അതിനുശേഷം ഇതൊരു പാറ കൊണ്ട് മൂടി ഇവിടെ നിന്നും പോയി. നീയാണെന്നെ രക്ഷിച്ചത്. ഇന്നു മുതൽ നീ എന്റെ സുഹൃത്തായിരിക്കും എന്ന് അവനോട് പറഞ്ഞു ആ പിശാച്. ഈ പിശാച് വളരെ നല്ല പിശാചാണല്ലോ എന്നാലോചിച്ചു സൂര്യ. എന്നാൽ അതിന്റെ സുഹൃത്താകാമെന്ന് അവൻ തീരുമാനിച്ചു. അപ്പോൾ ആ പിശാച് സൂര്യയ്ക്ക് പഴവർഗ്ഗങ്ങൾ നൽകി അത് കഴിച്ച് വിശ്രമിക്കാൻ അവനോട് പറഞ്ഞു. അത് കൊടുത്ത പഴങ്ങളെല്ലാം കഴിച്ച് അവൻ വിശ്രമിക്കാൻ തുടങ്ങി. അപ്പോൾ ആ പിശാച് സൂര്യയുടെ രൂപമെടുത്ത് ശേഷയ്യ കാന്തമ്മ എന്ന ദമ്പതികളെ അന്വേഷിച്ചുപോയി. എന്താ സൂര്യ, ഇപ്പോൾ എന്തിനാ വന്നത്? പിശാചിനെ നീ രക്ഷിച്ചോ എന്നവനെ കളിയാക്കിക്കൊണ്ട്, ശരി വാ, നമുക്ക് പെണ്ണിനെ അന്വേഷിച്ചു പോകാം എന്ന് പറഞ്ഞു ശേഷയ്യ. സൂര്യയുടെ രൂപമെടുത്ത പിശാച് അവരുടെ ഒപ്പം പോയി. കുറച്ചു നേരത്തിനുള്ളിൽ അവർ പെണ്ണിന്റെ വീട്ടിലെത്തിച്ചേർന്നു. അവിടെ അച്ഛനും അമ്മയും ഇല്ലാതിരുന്ന കമല എന്ന ഒരു പെണ്ണിന്റെ വീടുണ്ടായിരുന്നു. അവളുടെ അമ്മാവൻ ഭൂഷയ്യാണെങ്കിൽ അവളെ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. പെണ്ണിനെ കണ്ടപ്പോൾ തന്നെ കമലയെ കൊണ്ട് സൂര്യയുടെ കഴുത്തിൽ മാല അണിയിപ്പിച്ച് നിർബന്ധപൂർവ്വം കല്യാണവും നടത്തി. അത് പ്രതീക്ഷിച്ച ശേഷയ്യ കമലമ്മ ദമ്പതികൾ കമലയെയും കൂട്ടിക്കൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോയി. പോകും വഴി ഇരുട്ടിയിരുന്നതിനാൽ അവിടെ കണ്ട ഒരു സത്രത്തിൽ താമസിക്കാൻ അവർ തീരുമാനിച്ചു. മോളെ കമല, ഇവിടെ കുറച്ചുനേരം വിശ്രമിക്കൂ. വളരെ ക്ഷീണിച്ചിരിക്കുന്നു. വഴിപാടുകൾ നടത്താനുണ്ട്, അത് ചെയ്തിട്ട് വരാം
എന്ന് പറഞ്ഞുകൊണ്ട് ശേഷയ്യ കാന്തമ്മ ദമ്പതികൾ സൂര്യയെയും കൂട്ടി പുറത്തേക്ക് പോയി. ഇവർ എന്താണ് ചെയ്യുന്നതെന്ന് ശ്രദ്ധാപൂർവം വീക്ഷിച്ചു സൂര്യയുടെ രൂപത്തിലുണ്ടായിരുന്ന ആ പിശാച്. അപ്പോൾ ശേഷയ്യ സൂര്യയോട്, മോനെ, ഈ ഗ്രാമത്തിലുള്ള ഒരു കുളത്തിൽ കുളിച്ചാൽ നമ്മളുടെ പാപമെല്ലാം തീരും എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യയെയും കൂട്ടി ആ കുളത്തിലേക്ക് പോയി. അതിനുശേഷം പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ആ കുളത്തിലേക്ക് ശേഷയ്യ സൂര്യയെ തള്ളിയിട്ടു. എന്നിട്ട് കാന്തമ്മയോട്, ഇവന്റെ ശല്യം ഇതോടെ തീർന്നു. എന്തെങ്കിലും നുണ പറഞ്ഞ് ആ പെണ്ണിനെ നമ്മുടെ മകന് വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരിച്ചുപോയി. അപ്പോൾ കുളത്തിലുണ്ടായിരുന്ന ആ പിശാച് പുറത്തേക്ക് വന്ന് ശേഷയ്യ കാന്തമ്മ രണ്ടുപേരുടെയും കഴുത്തിൽ പിടിച്ച് കുളത്തിലേക്ക് തള്ളിയിട്ടു. നിങ്ങളെപ്പോലുള്ള വൃത്തികെട്ടവർക്ക് ഇതാണ് ശിക്ഷ നൽകേണ്ടത് എന്ന് പറഞ്ഞ് രണ്ടുപേരും വെള്ളത്തിൽ മുങ്ങിത്താഴുമ്പോൾ പുറത്തേക്ക് എടുത്തുവന്ന്, ഇനിയെങ്കിലും നിങ്ങൾ ബുദ്ധിയോടെ ജീവിക്കൂ എന്നവരോട് പറഞ്ഞു. അതിനുശേഷം ശേഷയ്യ കാന്തമ്മയോട് എന്ത് ചെയ്യണമെന്ന് വിസ്തരിച്ചു പറഞ്ഞു. പിശാച് അവരോട് പറഞ്ഞ പ്രകാരം കമലയെ സൂര്യയ്ക്ക് ആചാരപൂർവ്വം വിവാഹം ചെയ്തു കൊടുത്തു. പിശാച് താൻ പണ്ടൊരിക്കൽ കടൽ തീരത്തുള്ള ഒരു ഗ്രാമത്തിൽ ഒരു ദരിദ്രനുണ്ടായിരുന്നു. അയാൾ വളരെ നല്ലവനും പാവവുമായിരുന്നു. എന്നാൽ അവന്റെ ഭാര്യ പിശുക്കിയും അത്യാഗ്രഹിയുമായിരുന്നു. ആ ദമ്പതികൾ ഒരു കുടിലാണ് താമസിച്ചിരുന്നത്. ആ കുടിൽ വളരെ പഴയതായിരുന്നു. ആ കുടിൽ മാറ്റിപ്പണിയണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അവരുടെ കയ്യിൽ പൈസയില്ലായിരുന്നു. ഒരു ദിവസം അയാൾ പതിവ് പോലെ തന്റെ വഞ്ചിയും എടുത്ത് കടലിൽ മീൻ പിടിക്കാൻ പോയി. കടലമ്മേ, എനിക്കിന്ന് വഞ്ചി നിറയെ മീൻ വേണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ കടലിലേക്ക് വലയെറിഞ്ഞു. വലയെറിഞ്ഞ അയാൾക്ക് ഉച്ചവരെ മീനൊന്നും കിട്ടിയില്ല. വൈകുന്നേരമായി. ഇതിൽ കൂടുതൽ ഇവിടെ തങ്ങുന്നത് ശരിയല്ലാന്ന് കരുതി അയാൾ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. എന്നാൽ ആ നേരത്ത് വല ആരോ വലിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. വളരെ ഭാരവും ഉണ്ടായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് അയാൾ ആ വല പുറത്തേക്കെടുത്തു. അപ്പോഴാണ് അയാൾ കണ്ടത് അതിലൊരു വലിയ മീൻ കുടുങ്ങിയിരിക്കുന്നു. കടലമ്മ കനിഞ്ഞുവെന്ന് കരുതി അയാൾ വളരെയധികം സന്തോഷിച്ചു. എന്നാൽ ആ വലിയ മത്സ്യം മനുഷ്യരെ പോലെ, എടോ, ഞാനൊരു മത്സ്യമൊന്നുമല്ല, ഒരു ദേവനാണ്. ഒരു മന്ത്രവാദിനിയുടെ ശാപം മൂലമാണ് ഞാൻ ഇങ്ങനെയായത്. എന്നെക്കൊണ്ട് നിനക്ക് എന്താണ് പ്രയോജനം? എന്നെ വെറുതെ വിട്ടേക്കൂ എന്ന് ആ മത്സ്യം പറഞ്ഞു. ആ മത്സ്യം പറയുന്നത് കേട്ട് അയാൾ അത്ഭുതപ്പെട്ടു. ദൈവം എനിക്ക് കനിഞ്ഞു നൽകിയതാണെന്നാണ് ഞാൻ കരുതിയത്. നിന്നെ കഷ്ടപ്പെടുത്താനൊന്നും എനിക്ക് ആഗ്രഹമില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് മത്സ്യത്തെ വെറുതെ വിട്ടു. വെള്ളത്തിൽ നിന്നും പൊങ്ങി വന്ന് ആ മത്സ്യം, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ, നിന്നെ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മത്സ്യം താഴേക്ക് പോയി. ആ മുക്കുവൻ തനിക്ക് കിട്ടിയ മത്സ്യവുമായി വീട്ടിലേക്ക് പോയി. അയാൾ വീട്ടിലെത്തിയ ഉടനെ, ഇന്നെന്താ മീനൊന്നും കിട്ടിയില്ലേ എന്ന് ഭാര്യ ചോദിച്ചപ്പോൾ അയാൾ നടന്ന കഥയെല്ലാം പറഞ്ഞു. നിങ്ങൾ എന്തൊരു മനുഷ്യനാ, ഒരു ദേവനെ കിട്ടിയിട്ടും നിങ്ങൾ അത് ഉപേക്ഷിച്ച് വന്നിരിക്കുന്നു. അങ്ങനെ അവൾ കോപിഷ്ഠയായി. ഇല്ല എന്ന് അവൻ പറഞ്ഞു. അയ്യോ, എന്തൊരു മനുഷ്യനാ നിങ്ങൾ! ഒരു ദേവനെ മത്സ്യത്തിന്റെ രൂപത്തിൽ കിട്ടിയിട്ട് അതാരെങ്കിലും ഉപേക്ഷിച്ചു പോരോ? പോയിട്ട് അതിനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് തിരിച്ചു കൊണ്ടുവരൂ. അങ്ങനെ അവൾ പറഞ്ഞു. ഭാര്യ പറയുന്നത് കേട്ട് അയാൾ വീണ്ടും കടലിലേക്ക് പോയി. അയാൾ കടൽക്കരയിൽ നിന്നുകൊണ്ട് മന്ത്രമത്സ്യമേ മന്ത്രമത്സ്യമേ എന്ന് ഉറക്കെ വിളിച്ചു. ഉടനെ ആ മന്ത്രമത്സ്യം ജലത്തിന് മുകളിലേക്ക് വന്നു. എന്തിനാ എന്നെ വിളിച്ചത് എന്ന് ചോദിച്ചു. ആ മുക്കുവൻ മത്സ്യത്തിനെ നോക്കി, മന്ത്രമത്സ്യമേ, എന്റെ ഭാര്യ പറഞ്ഞിട്ടാ ഞാനിപ്പോൾ വന്നത്. എന്റെ ഭാര്യ പറഞ്ഞു, നീ വിചാരിച്ചാൽ എന്റെ പട്ടിണിയെല്ലാം മാറ്റാൻ കഴിയുമെന്ന്. അങ്ങനെ അവൻ പറഞ്ഞു. അയ്യോ, ഇതിനാണോ നീ തിരിച്ചു വന്നത്? പാവം. എന്നാൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ മത്സ്യം കടലിനടിയിലേക്ക് പോയി. ആ മുക്കുവൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് ആ കുടിലിന്റെ സ്ഥാനത്ത് ഒരു കല്ല് വീട് വന്നിരുന്നു. അവൻ കതകിൽ തട്ടിയപ്പോൾ അവന്റെ ഭാര്യ വന്ന് കതക് തുറന്നു. എന്നിട്ട് അവൾ അവനോട് പറഞ്ഞു, കണ്ടോ, നമ്മളുടെ വീട് എത്ര സുന്ദരമായിരിക്കുന്നു എന്ന് അവൾ അവനോട് പറഞ്ഞു. ഇവളുടെ ബുദ്ധി കാരണമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്ന് അവൻ ചിന്തിച്ചു. കുറച്ചു നാളുകൾ അവർ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു. എന്നാൽ ഒരു ദിവസം അവന്റെ ഭാര്യ വീണ്ടും, നമുക്ക് നല്ല വീടൊക്കെ കിട്ടിയിട്ടുണ്ട്, എന്നാൽ അത് നമ്മളുടെ കുട്ടികൾക്ക് മാത്രമല്ലേ ഉപകരിക്കൂ. മാത്രമല്ല നമ്മളുടെ വീട്ടിലാണെങ്കിൽ ഒരു വസ്തുക്കളുമില്ല. നമുക്ക് മേലെ ഒരു വീടും അതിനുള്ളിൽ നിറയെ സാധനങ്ങളും വേണമെന്ന് ആ മത്സ്യത്തിനോട് പോയി പറയൂ എന്നവൾ പറഞ്ഞു. വീണ്ടും ആ മുക്കുവൻ കടൽക്കരയിലേക്ക് പോയി, മന്ത്രമത്സ്യമേ മന്ത്രമത്സ്യമേ എന്നുറക്കെ വിളിച്ചു. ആ മത്സ്യം പുറത്തേക്ക് വന്നു. എന്തിനാ നീ വീണ്ടും വന്നത് എന്നാ മത്സ്യം ചോദിച്ചു. മന്ത്രമത്സ്യമേ മന്ത്രമത്സ്യമേ, ഇപ്പോഴുള്ള വീട് വളരെ ചെറുതാണ്. എനിക്കൊരു വലിയ വീടും അതിനുള്ളിൽ നിറയെ സാധനങ്ങളും വേണമെന്ന് എന്റെ ഭാര്യ പറഞ്ഞയച്ചതാ എന്നവൻ പറഞ്ഞു. എന്നാൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ആ മത്സ്യം വെള്ളത്തിനടിയിലേക്ക് പോയി. അവൻ വീട്ടിലേക്ക് പോയി നോക്കിയപ്പോൾ
തന്റെ ചെറിയ വീടുണ്ടായിരുന്ന സ്ഥലത്ത് ഒരു 2 നില വീടും അതിനു ചുറ്റും നിറയെ പൂന്തോട്ടവും കണ്ടു. വീണ്ടും അവർ കുറച്ചുനാൾ സന്തോഷത്തോടെ ജീവിച്ചു. വീണ്ടും അയാളുടെ ഭാര്യ ഒരു ദിവസം, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഈ മനോഹരമായ വീട്ടിൽ ഒരു സാധാരണ ഭാര്യയായിരിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. ഈ കൊട്ടാരത്തിൽ എനിക്കൊരു മഹാറാണിയെ പോലെ ജീവിക്കണം. നിങ്ങൾ പോയി ആ മത്സ്യത്തോട് ഇക്കാര്യം അറിയിക്കൂ എന്നവൾ പറഞ്ഞു. ഇത് കേട്ട ഉടനെ അയാൾ, എന്റെ ദൈവമേ, നിന്റെ അത്യാഗ്രഹത്തിന് ഒരു കുറവുമില്ലേ? വീണ്ടും വീണ്ടും ഓരോന്ന് ചോദിച്ചാൽ ആ മത്സ്യത്തിന് ദേഷ്യം വരില്ലേ? എന്ന് പറഞ്ഞ് അയാൾ ഭാര്യയെ ഉപദേശിക്കാൻ ശ്രമിച്ചു. ഇത്തവണ മാത്രം നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ എന്നവൾ ശാഠ്യം പിടിച്ചു. ഇവളെ മാറ്റാനൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും കടൽക്കരയിലേക്ക് നടന്നു. മന്ത്രമത്സ്യമേ, മന്ത്രമത്സ്യമേ എന്നയാൾ ഉറക്കെ വിളിച്ചു. ഇപ്പോൾ നീ എന്തിനാണ് വന്നിരിക്കുന്നത്? പറയൂ. ഇത് കേട്ട് ഭയന്നുകൊണ്ട് അയാൾ പറഞ്ഞു, മന്ത്രമത്സ്യമേ, മന്ത്രമത്സ്യമേ, എന്റെ ഭാര്യയ്ക്ക് റാണിയാകണമെന്ന് എന്നയാൾ പറഞ്ഞു. ഓ, ഇത് ചോദിക്കാനാണോ നീ ഇത്ര പേടിക്കുന്നത്? നീ വീട്ടിലേക്ക് പോയിക്കൊള്ളൂ, എല്ലാം അതുപോലെ സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മത്സ്യം ജലത്തിനടിയിലേക്ക് പോയി. അവൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്റെ വീടിരുന്ന സ്ഥാനത്ത് ഒരു വലിയ കൊട്ടാരം വന്നിരുന്നു. അതിനു മുൻപിൽ കാവൽക്കാരും ഉണ്ടായിരുന്നു. അവനെ കണ്ടപ്പോഴേ രാജാവ് വിജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അകത്തു പോയപ്പോൾ അവിടെ ഒരു ദർബാർ തന്നെ ഉണ്ടായിരുന്നു. രാജസഭയിലെ സിംഹാസനത്തിൽ അവന്റെ ഭാര്യ ഒരു മഹാറാണിയെ പോലെ ഇരുന്നിരുന്നു. അവൾക്ക് ചുറ്റിലും ആ രാജസഭയിൽ വലിയ പണ്ഡിതന്മാരും ഇരുന്നിരുന്നു. ആ മുക്കുവൻ അതെല്ലാം കണ്ട ശേഷം പറഞ്ഞു, ഇപ്പോൾ നീ ആഗ്രഹിച്ചതെല്ലാം അതേപടി നടന്നില്ലേ? നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു എന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നയാൾ ചോദിച്ചു. അതിനവൾ, എങ്ങനെ എന്റെ ആഗ്രഹങ്ങളെല്ലാം തീരും? ഒരു രാജകൊട്ടാരത്തിലെ റാണിയായിരുന്നാൽ മാത്രം മതിയോ? ഇന്ദ്രലോകത്തെ റാണിയാകാൻ കൂടി എനിക്ക് ആഗ്രഹമുണ്ടാകില്ലേ? അതെല്ലാം എങ്ങനെയാണ് സാധിക്കുക? അത് കേട്ടപ്പോൾ ആ മുക്കുവൻ വളരെയധികം വിഷമിച്ചു. നിന്റെ ആഗ്രഹങ്ങളെല്ലാം വളരെയധികം അതിരു കടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവളെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ അവന്റെ ഭാര്യ അതൊന്നും ശ്രദ്ധിച്ചതേയില്ല. അതിനു മറുപടിയായി അവൻ പറഞ്ഞു, ശരി, നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും കടൽക്കരയിലേക്ക് പോയി. കടൽക്കരയിൽ ചെന്നതും അയാൾ വീണ്ടും, മന്ത്രമത്സ്യമേ, മന്ത്രമത്സ്യമേ എന്നുറക്കെ വിളിച്ചു. മീൻ മുകളിലേക്ക് വന്ന്, എന്തിനാ നീ എന്നെ വീണ്ടും വിളിച്ചത് എന്ന് ചോദിച്ചു. മന്ത്രമത്സ്യമേ, മന്ത്രമത്സ്യമേ, എന്റെ ഭാര്യയ്ക്ക് ഈ ഭൂലോകത്ത് റാണിയായാൽ മാത്രം പോരാ എന്ന്, നിങ്ങളെപ്പോലെയുള്ള ദേവന്മാരുള്ള ഇന്ദ്രലോകത്തെ റാണിയാകണമെന്ന് അങ്ങനെ അവൻ പറഞ്ഞു. അപ്പോൾ ആ മന്ത്രമത്സ്യം, ഓ, അതിനു വേണ്ടിയാണോ നീ ഇത്ര ദൂരം വന്നത്? എന്നാൽ അവളുടെ ആഗ്രഹം പോലെ തന്നെ സംഭവിക്കട്ടെ. എന്നാൽ ഈ ജന്മത്തിലെ പോലെയല്ല, മുൻ ജന്മത്തിൽ അവൾ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേപോലെയാണ് ഇനി സംഭവിക്കുക. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ മത്സ്യം ജലത്തിന്റെ അടിയിലേക്ക് പോയി. ആ മുക്കുവൻ വീട്ടിലേക്ക് പോയപ്പോൾ കണ്ടത് അവിടെ കൊട്ടാരവും ഉണ്ടായിരുന്നില്ല, കാവൽക്കാരും ഉണ്ടായിരുന്നില്ല, സിംഹാസനത്തിൽ റാണിയും ഉണ്ടായിരുന്നില്ല. അവന്റെ ആ പഴയ കുടിൽ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അകത്തേക്ക് പോയി നോക്കിയപ്പോൾ അവന്റെ ഭാര്യ അയ്യോ അയ്യോ എന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. അവളോട് അവൻ പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, അത്യാഗ്രഹം ആപത്താണെന്ന്. നീ അത് കേട്ടില്ല, നീ അനുഭവിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പുറത്തേക്ക് പോയി. ഇതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് അത്യാഗ്രഹം ആപത്താണെന്ന്. Please watch and subscribe to our channel and don't forget to tap the bell icon. Thank you.